ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോറാണ്. ഒരു ഹെൽത്തി സോയ പുലാവാണ്. പുലാവ് റൈസ് എന്താണെങ്കിലും വിളിക്കാം. നമുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. എനിക്ക് വൈറ്റമിൻ ഡിയുടെ നല്ല കുറവുണ്ട്. അപ്പം സോയ ബീൻസ് ഇല്ലേ, ചങ്ക്സിനേക്കാളും നല്ലത് സോയ ബീൻസാണ്. സോയ ബീൻസ് ഒത്തിരി കഴിക്കണം എന്ന് പറഞ്ഞു. കുറവെന്ന് പറഞ്ഞാൽ നല്ല കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ വേവിച്ച് കഴിക്കുക, കൂട്ടാനുണ്ടാക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തതാണ്. കൊള്ളാം, സ്വാദുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത്രയും സാധനങ്ങൾ ആണ് വേണ്ടത്. ജീരകം ഒരു നുള്ള്, ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ, പിന്നെ വെജ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, വെജ് മസാല 1.5 ടീസ്പൂൺ, അത്രയും മതി. പിന്നെ ക്യാബേജ് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ഒരു വലിയ തക്കാളി അരിഞ്ഞത് അത്, പിന്നെ സവാള ഒരു വലിയ സവാളയുടെ പകുതി അല്ലെങ്കിൽ ഒരു ചെറിയൊരു സവാള, ഇത്ര മതി. പിന്നെ സോയ ബീൻസ് കുതിർത്ത്, അത് തലേന്ന് ഇട്ട് രാവിലെ ഉണ്ടാക്കാം നമുക്ക്. പിന്നെ 1 ഗ്ലാസ് അരി, പിന്നെ നമ്മൾ സോയ വേവിച്ച വെള്ളം ഞാൻ 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ്, പിന്നെ സോസുകൾ, ടൊമാറ്റോ സോസും സോയ സോസും, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇത് ആദ്യം കുക്കറിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ജീരകം ഇടുക, കുറച്ച് ജീരകം, എണ്ണയോ നെയ്യോ എന്താണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്, കുറച്ചേ ഉള്ളൂ ജീരകം. ഇനി നമുക്കതിലേക്ക് സവാള ഇടാം. അത് ഇളക്കി കൊടുക്കുക. അറിയാലോ, അതിൻ്റെ നിറം മാറുമ്പോൾ ബാക്കി കഷ്ണങ്ങളൊക്കെ ഇടുക. ഉപ്പിടാം. നമുക്ക് കുക്കറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ വേറെ പാത്രത്തിൽ ഇങ്ങനെ ആക്കുന്നതുകൊണ്ട് കുക്കറിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ സോട്ട് ചെയ്തെടുത്താൽ മതി എല്ലാ കഷ്ണങ്ങളും. പിന്നെ അരിയിട്ട് നമ്മളൊരു വിസിൽ അടുപ്പിച്ചാൽ മതി. ഇളക്കുക. സോയാബീൻസും തലേന്ന് കുതിർത്തിട്ട് രാവിലെ വേവിച്ച് വെച്ചാൽ മതി. ഉള്ളിയുടെ നിറം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടി, പച്ചമുളക് ഞാനൊരു പകുതി എടുത്തിട്ടുള്ളൂ. വെജ് മസാല, ഗരം മസാല, ഇത്രയും സാധനങ്ങളാണ് പൊടികൾ ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ക്യാബേജ് ഇടാം. ക്യാബേജൊക്കെ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ, അറിയാമല്ലോ നിങ്ങൾക്ക്. അതുമല്ല, നമ്മളിതൊന്ന് കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം നമ്മൾ സോട്ട് ചെയ്യേണ്ട. ഒരു പച്ച ചുവന്ന് ജസ്റ്റ് മാറാൻ വേണ്ടി മാത്രം നമ്മൾ മസാലയൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. ഒന്ന് ഇളക്കുക.
മസാലയുടെയൊക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് സ്പൈസിയാണ് കേട്ടോ. കുറച്ച് ഞാൻ പറഞ്ഞില്ല, വെജ് മസാലയും ഗരം മസാലയും മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. കുറച്ച് എരിവും ഉണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് സോയ വേവിച്ച് വച്ചേക്കുന്ന സോയ ഇടാം. ഏകദേശം ഒരു 3/4 ബൗളോളം ഉണ്ട് സോയ ബീൻസ്. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുവരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുക. ഓളിൽ ക്ലിക്ക് ചെയ്യുക. സോയ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതായതുകൊണ്ട് പിന്നെ അത് വേവൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണല്ലോ. അപ്പോൾ ബാക്കി കഷ്ണങ്ങളാണെങ്കിൽ പെട്ടെന്ന് വേവുന്നതുമാണ്. നമുക്ക് എന്ത് കഷ്ണം ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ചോറുണ്ടാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം. ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക കുക്കറ്. കുറച്ച് സമയം മതി. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ സാധാ പച്ചരിയാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചരിയാണ്. ഞാൻ അല്ലാത്ത ബസ്മതി റൈസ് അതൊന്നും അല്ല ഉപയോഗിച്ചേക്കുന്നത്. സാധാരണ പച്ചരിയാണ് ഉപയോഗിച്ചേക്കണേ. ഇല്ല, നല്ല കളർഫുള്ളായിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം. സോയ ബീൻസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ പെട്ടെന്നാവും. പിന്നെ 1 ഗ്ലാസ് പച്ചരി കഴുകിയത് അതിലേക്ക് ഇടുക. അതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. നമ്മൾ സോയ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കളയരുത്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒഴിച്ച് വേവിക്കാം. ഓക്കെ, എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. 2 സ്പൂൺ 3 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഒരു ടേസ്റ്റിന് ഒഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് നിർബന്ധമില്ല, സ്വാദിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു എന്നേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓരോ അരിക്കും ഓരോ വേവായിരിക്കും, അറിയാമല്ലോ. ഇതിപ്പം കഷ്ണങ്ങളിൽ ഓൾറെഡി വേവുന്നതായതുകൊണ്ട് കുഴപ്പമില്ല, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നോർമലി 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം മതിയാവും വേവിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ അത്രയും വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ അരിയുടെ വേവ് അനുസരിച്ചിട്ട് വേണം വെള്ളം എപ്പോഴും ഒഴിക്കാൻ. കുക്കറിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ വാർക്കുകയാണെങ്കിൽ വെള്ളം കൂടിയാലും കുഴപ്പമില്ല. കുക്കറിൽ അല്ലാണ്ട് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക.
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഓൾറെഡി ഉപ്പിട്ടുള്ളതുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. ഞാൻ പറയല്ലോ 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമുക്കിത് അടച്ച് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ആയിട്ടുണ്ട് ചോറ്. കണ്ടില്ലേ, അരി വെന്തിട്ടുണ്ട്, ചോറായി നമ്മുടെ. ഒന്നുകൂടെ സ്റ്റൗ ഓൺ ചെയ്യുക. ആവി പറക്കുന്നത് നമുക്ക് കാണാം. ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് 1 സ്പൂണ്, സോയ സോസ് അതുപോലെ 1 സ്പൂൺ. കുറച്ച് മതി, ഒരുപാട് ആവശ്യമില്ല. ഞാൻ ടൊമാറ്റോ ചില്ലി സോസാണ് ഒഴിച്ചേക്കുന്നത്. ടൊമാറ്റോ സോസ് ആണെങ്കിൽ അത് മാത്രമേ ഒഴിച്ചാലും മതി. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും പറ്റണമല്ലോ. അവസാനം ഒഴിച്ചാൽ മതി സോസ്. റെഡി ആയിരിക്കുക നമ്മുടെ സോയ പുലാവ്. നല്ല കളർഫുള്ളായിട്ടില്ലേ? സോയാ ബീൻസിൻ്റെ ഗുണവും കൂടെ ഇതിനകത്തുണ്ട്. കാരണം നമ്മളത് വേവിച്ച വെള്ളവും ഒഴിച്ചിട്ടുണ്ട്, സോയ ബീൻസും ചേർത്തിട്ടുണ്ട്. കണ്ടില്ലേ, അധികം വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല. നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ടുള്ളതുകൊണ്ട് നല്ല ഗുണമാണ്. പിന്നെ നെയ്യ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. നമുക്ക് കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് നെയ്യ് ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് നിരത്തി വെച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം. കുറച്ച് നേരം വെച്ചിരുന്നാൽ മതി. കഷ്ടിച്ച് 1 മിനിറ്റ് വെച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഇവിടെ ചോറ് റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു കുട്ടി സലാഡ് ഉണ്ടാക്കാം. ഒന്നുമില്ല, ഒരു എളുപ്പപ്പണിയാണ്. തക്കാളിയും സവാളയും അരിഞ്ഞതും അതിലേക്ക് കുറച്ച് തൈരും ഉപ്പും ചേർക്കുക. ഇതും ഞാനുണ്ടാക്കിയ സോയാ പുലാവും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ്. ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് തൈര്. കട്ട തൈരല്ല, കുറച്ച് നിന്ന് അടിച്ച തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ മോരല്ല താനും, അങ്ങനത്തെ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കഴിക്കണതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയാൽ മതി. ഇത് നമുക്ക് നമ്മുടെ സോയ പുലാവ് കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. നാളെ വേറൊരു വിഭവമായിട്ട് നമുക്ക് 1 മണിക്ക്